ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ പല ക്ലാസ്സുകളിലായിട്ട് നാം സഭകളുടെ ക്രിസ്തു എന്ന തലക്കെട്ടിൽ ചില ആത്മീക പാഠങ്ങൾ ചിന്തിച്ച് വരികയായിരുന്നല്ലോ. ഇപ്പോൾ നമ്മൾ പാടിയ പാട്ടിൽ നമ്മൾ ഈ കഴിഞ്ഞ നാളിൽ ചിന്തിച്ച അനവധി സത്യങ്ങൾ ദൈവഭക്തൻ ഉൾപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. കർത്താവിനെ പോലെ ജീവിക്കാനുള്ള വലിയ ആഹ്വാനമാണല്ലോ നമ്മൾ പാടി നിർത്തുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാണപ്രിയൻ്റെ സൗന്ദര്യം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ജീവിക്കുവാൻ നമുക്കേവർക്കും കഴിയേണ്ടിയിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് വിശ്വസ്ത സാക്ഷിയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ 1-2 ക്ലാസ്സുകളായി നാം ചിന്തിച്ചത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന് 7-14 വാക്യങ്ങളെ അധികരിച്ചായിരുന്നു ചില ആഴ്ചകളായി നമ്മുടെ വചനധ്യാനം നമ്മൾ നിർവഹിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. വിശ്വസ്ത സാക്ഷിയായ കർത്താവ് നമ്മുടെ നിജസ്ഥിതി ഏറ്റവും കൃത്യമായിട്ട് അറിയുന്നവനാണ് എന്നുള്ളതായ കാര്യം നമ്മൾ കണ്ടു. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഓർത്തൊരു കാര്യം, നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതും നമുക്കുള്ള ധാരണകളും മുഴുവൻ ശരിയാകണം എന്നില്ല. അതിലൊക്കെ നമുക്ക് തെറ്റുപറ്റാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു ദൈവവേദന വിനയപ്പെടുമ്പോൾ എൻ്റെ നിജസ്ഥിതി കർത്താവെ അങ്ങ് എനിക്ക് കാണിച്ചു തരണം എന്നുള്ളതായ ആ മനോഭാവത്തോടെ ജീവിക്കാനായിട്ട് കഴിയണം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ചത്. ലാവോദിക്യ സഭയ്ക്കുള്ള ദൂതിൽ നിന്നാണല്ലോ നമ്മൾ ആ കാര്യം ഓർത്തത്. അവരവരെക്കുറിച്ച് ചിന്തിച്ചത് ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ലെന്നാണ്. പക്ഷെ കർത്താവ് അവരെക്കുറിച്ച് പറയുന്നത് ഇവർ ചിന്തിക്കുന്നതിനോട് യാതൊരു ബന്ധവുമില്ലാത്തതായ കാര്യമാണ്. അവരുടെ അരിഷ്ടതയെ കർത്താവ് വിശ്വസ്തയോടെ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നാം ചിന്തിക്കാനിടയായിട്ട് തീർന്നു. അതുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ദൈവസന്നിധിയിൽ തന്നെ വിനയപ്പെടുത്താം. നമ്മുടെ നിജസ്ഥിതി എന്താണെന്നുള്ളത് എല്ലാം അറിയുന്ന നമ്മുടെ കർത്താവിനോട് ആരായാം. നമ്മുടെ കുടുംബത്തെ ദൈവസന്നിധിയിൽ വിലയിരുത്താനും കർത്താവ് എന്താണ് എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് വിലയിരുത്താനും നമുക്ക് സാധിക്കട്ടെ. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭയെക്കുറിച്ച് കർത്താവ് എന്ത് പറയുന്നു എന്നുള്ളതാണ് നാം എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ വലിയ വെളിപ്പെടുത്തലിന് മുമ്പിൽ ഈ പരിശോധനയോടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സത്യം 139-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒടുവിൽ ഒന്ന് എടുത്തു പറയുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. അത് ആവർത്തിക്കേണ്ടതായ ആവശ്യമില്ല. നമ്മുടെ കർത്താവ് നമ്മെ ശോധന ചെയ്ത് അറിയുന്നവനാണ്. ഇരിക്കുന്നത്, എഴുന്നേൽക്കുന്നത്, നിരൂപണം, നടപ്പ്, കിടപ്പ്, വഴികൾ, വാക്കുകൾ എല്ലാം നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റവും വ്യക്തമായിരിക്കുന്നു എന്നുള്ളത് സങ്കീർത്തനക്കാരൻ അവിടെ എടുത്ത് പറയുകയാണ്. 6-ാമത്തെ വാക്യം നമ്മൾ ഒടുവിലായിട്ട് ഓർത്തായിരുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതുകൊണ്ട് ഈ പരിജ്ഞാനത്തോടെ സൂക്ഷ്മതയോടെ ഓരോ ദിവസവും ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 15-16 വാക്യങ്ങൾ വായിച്ച് അവിടെ നിന്ന് നമ്മൾ ആ ചിന്തിച്ചതിനും അപ്പുറമുള്ളൊരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണ് ക്ലാസ് അവസാനിപ്പിച്ചത്. 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ആ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം
കാണുവാൻ ഇടയായിട്ട് തീർന്നു. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ദൈവാത്മാവ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ നമുക്ക് മുഴുവനും മനസ്സിലാകാൻ പ്രയാസമാണ്. അങ്ങനെയുള്ള പല വെളിപ്പെടുത്തലുകളുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർക്കാറുണ്ട്, നമ്മെ കർത്താവ് എന്ന് കണ്ടു എന്നാണ് ഓർക്കാറ്? ലോകസ്ഥാപനത്തിന് മുമ്പ്. അതൊന്നും നമ്മുടെ ഈ കൊച്ചു ബുദ്ധിയിൽ മനസ്സിലാകുന്നതായ കാര്യമല്ല. അത് ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് പോലെ വിശ്വസിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ഈ വാക്യത്തിലും പറയുന്നതായ കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ രൂപരേഖ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അപ്പം നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുമ്പേ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എന്തൊരു ശ്രേഷ്ഠമേറിയ പരിജ്ഞാനമാണ്. 6-ാം വാക്യം അവിടെയും ചേർത്ത് ഓർക്കാം, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയണം എന്നാഗ്രഹിക്കുന്ന കാര്യം, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവേഷ്ടം നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഔട്ട്ലൈനാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറയണം എന്ന് ആഗ്രഹിക്കുന്നത്. റോമർ 12:2 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ മഹത്വം അവിടെയുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ 3 വാക്കുകൾ നമുക്ക് അതുപോലെ വിശ്വസിക്കാൻ സാധിക്കണം. നമുക്ക് ചിലപ്പോൾ ചില ഇഷ്ടങ്ങൾ കാണും. ആ ഇഷ്ടങ്ങൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ടും തോന്നാൻ ഇടയുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങളാണല്ലോ നമുക്ക് കൂടുതൽ പ്രിയമായിട്ട് ഇരിക്കുന്നത്. പക്ഷേ ഈ വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ, കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല, പിന്നെ അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ ഇഷ്ടമാണ് നന്മ, അങ്ങയുടെ ഇഷ്ടമാണ് പ്രസാദകരം, അതാണ് പൂർണ്ണതയുള്ളത് എന്നുള്ളത് അതുപോലെ വിശ്വസിക്കാനുള്ളതായ വലിയ ആവശ്യകത ഉണ്ട്. അത് വിശ്വസിക്കുക എന്നുള്ളത് ഒരു വലിയ ദൈവകൃപയാണ്. അത് വിശ്വസിക്കുന്നവരെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ ഇടയായിട്ട് തീരുകയുള്ളൂ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ദൈവേഷ്ടത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ളതായൊരു അടിസ്ഥാന സത്യം നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ആ വാക്യം വായിച്ചു പോകാം. 22-ന്റെ 14-ാമത്തെ വാക്യം. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടമറിവാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സത്യം, 3 കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നമുക്ക് നിയമനം തന്നിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസിനോട് കർത്താവ് പറഞ്ഞ ഒരു വാക്യമായിട്ടാണിത് ഇരിക്കുന്നത്. അതുകൊണ്ട് പൗലോസിൻ്റെ കാര്യം മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അല്ല, ആദ്യത്തേതാണ് നമ്മുടെ വിഷയം. എന്താണ്? തൻ്റെ ഇഷ്ടം അറിവാനായിട്ട് ദൈവം നമ്മെ നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാനുള്ള ന്യായമായ അവകാശം നമുക്ക് ഉണ്ട്. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ഈ നിയമനത്തിലേക്കാണ് വന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ ആവശ്യമില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം അറിവാനുള്ള നിയമനമുണ്ട്. അടുത്ത 2 കാര്യം ഞാനങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നീതിമാനായവനെ കാണുവാനുള്ള നിയമനം നമുക്ക് ഉണ്ട്. നമ്മുടെ പ്രഭാതഗീതങ്ങളിലൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്,
നമ്മൾ ഓരോ ദിവസവും പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിൻ്റെ മുഖം കണ്ട് ആ കൂട്ടായ്മയെ ആസ്വദിക്കുന്നു എന്നുള്ളത് എത്രയോ മനോഹരമായിട്ടുള്ളതായൊരു കാര്യമാണ്. യേശുവിൻ തിരുമുഖമേ എനിക്കാശ്വാസം പ്രതിദിനമേ എന്ന് തുടങ്ങുന്നതായൊരു മനോഹരമായ പാട്ട് നമ്മുടെ ആത്മീയഗീതങ്ങളിലുണ്ട്. ഞാനീ പറയുന്ന ആശയത്തോട് ചേർത്ത് വരുന്ന ഒത്തിരി ഗാനങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ കർത്താവിൻ്റെ മുഖം കണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഗിരിപ്രഭാഷത്തിൽ കർത്താവ് പറഞ്ഞൊരു വാചകം നമുക്ക് ചേർത്ത് ഓർത്ത് പോകാം: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രം ദൈവത്തെ ഓരോ ദിവസവും കണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. അവിടെ സൂക്ഷിക്കേണ്ട ഒരു മൂല്യം നമ്മൾ കാണുകയാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? അവൻ്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് കർത്താവിൻ്റെ വായിൽ നിന്ന് വചനം കേൾക്കാനും പഠിക്കാനും ഒക്കെ ഉള്ളതായ നിയമനം ദൈവം തന്നിട്ടുണ്ട്. അത് വളരെ ലളിതമായൊരു സത്യമാണ്. യേശുക്രിസ്തുവിനെ നമ്മൾ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു, നമ്മിൽ വാസം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വാസം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ കർത്താവിങ്കിൽ നിന്ന് വചനം പഠിക്കാനുള്ളതായ ആ വലിയ ഭാഗ്യത്തിലേക്കും പദവിയിലേക്കുമാണ് നാം കൊണ്ടുവരപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത്. കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം പഠിച്ച ഒരു സഹോദരിയെ നമുക്കറിയാമല്ലോ, മറിയ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേൾക്കുകയായിരുന്നു. ആ കാര്യത്തെ നമ്മുടെ കർത്താവ് വളരെ പ്രശംസിക്കുന്നുണ്ട്. മാർത്ത ഒരു കുറ്റവുമായിട്ടൊക്കെ വരുമ്പോഴും കർത്താവ് പറയുന്നുണ്ട്, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വിശദീകരിക്കുന്നില്ലെങ്കിലും ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, നമുക്ക് കർത്താവിൻ്റെ കാൽക്കലിരുന്ന് ഓരോ ദിവസവും വചനം പഠിക്കാനുള്ളതായ വലിയ പദവിയും നിയമനവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, അതെന്തോരു വലിയ പദവിയായിട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. നമ്മൾ പാടിയ പാട്ടിലും ആ മനോഹരമായ ആശയം നാഗൽ സാഹിബ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ ദൈവഭക്തൻ കർത്താവിങ്കൽ നിന്ന് ഓരോ ദിവസവും വചനം പ്രാപിച്ച് അതനുസരിച്ച് വില കൊടുത്തനുസരിച്ച് ജീവിച്ചതായ ദൈവഭക്തനാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. താൻ ബാസൽ മിഷൻ്റെ ഒരു മിഷണറി ആയിട്ടാണ് കേരളത്തിൽ വരുവാൻ ഇടയായിട്ട് തീർന്നത്. പക്ഷെ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം പഠിക്കാനും മനസ്സിലാക്കാനും ഇടയായിട്ട് തീർന്നപ്പോൾ അങ്ങനെ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യണ്ട എന്ന് അദ്ദേഹം തീരുമാനിക്കാനിടയായി. അത് ആരും പഠിപ്പിച്ചതല്ല, കർത്താവ് പഠിപ്പിച്ചതായ വളരെ പ്രധാനപ്പെട്ടതായൊരു സത്യമാണ്. അതിലൂടെ എന്ത് വിശ്വസ്തതയാണ് അദ്ദേഹം സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. ആ മിഷൻ ബംഗ്ലാവിൽ നിന്ന് തനിക്കുള്ള സാധനങ്ങളൊക്കെ കാളവണ്ടിയിൽ കയറ്റി അവിടുന്ന് ഇറങ്ങിപ്പോരുകയായിരുന്നു. അങ്ങനെ ഇറങ്ങിപ്പോകുന്നതായ ആ സ്ഥലവുമൊക്കെ ഇപ്പോഴും നമുക്ക് പരിചയമുള്ള സ്ഥലമായിട്ടാണ് ഇരിക്കുന്നത്. ആ വിശ്വാസത്താൽ കർത്താവിൻ്റെ വേല ചെയ്യേണ്ടതിന് വേണ്ടി ആ ബന്ധമെല്ലാം അവസാനിപ്പിച്ചാണ് താൻ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പിൽക്കാലത്ത് തുടരുവാൻ ഇടയായിട്ട് തീർന്നത്. ഞാനിന്ന് ഈ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്തു, കർത്താവിങ്കൽ നിന്ന് വചനം കേൾക്കുക എന്നുള്ളത്, അതിനായുള്ള നിയമനം എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അതുകൊണ്ട് ഞാനിവിടെ പ്രത്യേകിച്ച് പ്രബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ 3 കാര്യങ്ങൾക്ക് നിയമനം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതെത്രത്തോളം നമുക്ക് അനുഭവിച്ച് ഓരോ ദിവസവും ജീവിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ വിലയിരുത്തുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ.
അതിനുള്ള കുറവുകളെ പരിഹരിക്കേണ്ടതിന് കർത്താവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾക്കായുള്ള നിയമനം അതിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നോക്കിയത്, ഈ വാക്യം നോക്കിയത് ആദ്യത്തെ കാര്യം ഓർക്കാൻ വേണ്ടിയാണ്. 3-ൽ ആദ്യത്തെ എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാനുള്ള നിയമനം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഇനി ഞാൻ വളരെ ചുരുക്കമായി ഒരു ഔട്ട്ലൈനായിട്ട് ഒരു കാര്യത്തിൻ്റെ ഉത്തരം ഇന്നത്തെ ക്ലാസ്സിൽ പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവം തൻ്റെ ഇഷ്ടം ആർക്ക് കാണിച്ചു കൊടുക്കും എന്ന ചോദ്യത്തിൻ്റെ 7 ഉത്തരങ്ങൾ ഒത്തിരി വിശദീകരണം കൂടാതെ ഞാൻ പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുന്നതിനുള്ള 3 വ്യവസ്ഥകൾ ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 3 കാര്യങ്ങൾ അവിടുന്ന് തന്നെ നമുക്ക് ചുരുക്കമായി ചിന്തിക്കുവാനായിട്ട് സാധിക്കും. ദൈവേഷ്ടത്തിൻ്റെ മഹത്വത്തിനും 3 കാര്യങ്ങൾ ആ വാക്യത്തിലാണ് പറയുന്നത്. അത് നമ്മൾ കണ്ടായിരുന്നു. അത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ളതാണ്. ആ 2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം ആർക്ക് കാണിച്ചു കൊടുക്കും എന്നുള്ളതിൻ്റെ 3 ഉത്തരങ്ങൾ കാണാം. അത് മനപ്പാടം അറിയാവുന്ന വാക്യമാണെന്ന് എനിക്കറിയാം. എങ്കിലും ഈ 3 ഉത്തരങ്ങൾ ഈ വാക്യത്തിൽ തന്നെയാണെന്നുള്ളത് കൊണ്ട് ആ 2 വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചിട്ട് പറയാം എന്ന് കരുതുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം, ഹിതം ഏതു വിഷയത്തിലും എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിൻ്റെ 3 ഉത്തരങ്ങൾ നാം കാണുന്നു. ജസ്റ്റ് ഞാനങ്ങ് പറഞ്ഞു മാത്രം പോകാം. 1, അവയവങ്ങളെ വിശുദ്ധിക്കായി സമർപ്പിച്ച് ജീവിക്കുന്നവർക്കാണ് ദൈവം തൻ്റെ ഇഷ്ടം കാണിച്ച് കൊടുക്കുകയുള്ളൂ. ആ വാക്യം നമ്മൾ എത്രയോ അധികം ചിന്തിച്ചിട്ടുണ്ട്. റോമാലേഖനം വിശദമായി പഠിച്ചപ്പോൾ പല ആഴ്ചകൾ ആ വാക്യത്തിൽ നമ്മൾ നിൽക്കാനും ചിന്തിക്കാനും ഒക്കെ ഇടയായിട്ട് തീർന്നതാണ്. അവിടെ ഒരു ബുദ്ധിയുള്ള ആരാധനയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ബുദ്ധിയുള്ള ആരാധന, അതിന് ഇംഗ്ലീഷ് ബൈബിളിൽ റീസണബിൾ സർവീസ് എന്ന വാക്കാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. ന്യായമായ സേവനം. ന്യായമായ സേവനം നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായ യാഗമായിട്ട് സമർപ്പിക്കുന്നതാണ്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഈ സത്യം വളരെ വിശദമായിട്ട് ഉണ്ട്. പ്രത്യേകിച്ച് സ്നാനസംബന്ധമായ ഉപദേശം റോമാലേഖനം 6-ാം അധ്യായത്തിൽ വിശദീകരിക്കുമ്പോൾ അത് എത്രയോ വിശദമായിട്ട് അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ റെഫറൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-19 വാക്യങ്ങളിൽ സ്നാനപ്പെടുന്നൊരു വിശ്വാസിയുടെ അവയവ സമർപ്പണത്തിൻ്റെ മഹത്വം എത്രയോ കൃത്യമായിട്ട് അവിടെ കാണുന്നുണ്ട്. ഈ 7 കാര്യം ഇന്നത്തെ ക്ലാസ്സിൽ പറയണമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങൾ വായിക്കേണ്ടതില്ല എന്ന് കരുതുകയാണ്. ഞാനിന്ന് രാത്രി ഒരു മറുവശം ഒരു വാചകത്തിൽ പറയട്ടെ. അവയവങ്ങളൊക്കെ അശുദ്ധമായ കാര്യത്തിന് ഒക്കെ ഉപയോഗിച്ച് വേണ്ടാത്തതൊക്കെ കണ്ടും കേട്ടും ഒക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ദൈവമേ എനിക്ക് ദൈവഹിതം കാണിച്ചു തരണമെന്ന് പറഞ്ഞാൽ ദൈവം, വിശുദ്ധനായ ദൈവത്തിന് അത് കാണിച്ചു തരാനായിട്ട് സാധിക്കുകയില്ല. അത് നമ്മൾ വളരെ ഗൗരവമായി ഉൾക്കൊള്ളേണ്ടുന്നതായൊരു കാര്യമാണ്. ദൈവഹിതം മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. കാരണം
അങ്ങനെ മനസ്സിലാകാൻ പ്രയാസമാണ്. ഈ സമർപ്പണം അതിൽ തന്നെ എത്രയോ പ്രധാനപ്പെട്ടതായ സമർപ്പണമാണ്. യെശയ്യാവ് 31:15 ആ സമർപ്പണം ഉണ്ടല്ലോ, നമുക്കെല്ലാം മനപ്പാടം അറിയാവുന്ന വാക്യമാണല്ലോ, അത് നോട്ട് ചെയ്തിട്ടാൽ മതിയാകും. രണ്ടാമത്തെ വ്യവസ്ഥ ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്, ഈ ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കുന്നവർക്ക് ദൈവഹിതം മനസ്സിലാകുകയുള്ളൂ. അതവിടെ ഖണ്ഡിതമായി പറയുന്നുണ്ട്. ഈ ലോകത്തിന് അനുരൂപരാകാതെ. അപ്പോൾ നമ്മളന്ന് വിശദമായിട്ട് ഓർത്തതാണ്, ഡു നോട്ട് പുട്ട് യുവർസെൽസ് ഇൻ ടു ദ മോൾഡ് ഓഫ് ദിസ് വേൾഡ്. ഈ ലോകം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു അച്ചുണ്ട്. ആ അച്ചിൽ തങ്ങളെ തന്നെ ഇട്ടുകൊടുക്കുന്ന ആളുകൾക്ക് ദൈവഹിതം മനസ്സിലാവില്ല. ദൈവഹിതം ഒരാൾ മനസ്സിലാക്കി ഓരോ ദിവസവും ജീവിച്ചാൽ, 130 സങ്കീർത്തനം 16 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഹിതം മനസ്സിലാക്കി ഓരോ ദിവസവും ജീവിച്ചാൽ നമ്മൾ ഒടുവിൽ പാടിയ പാട്ട് അന്വർത്ഥമാകും. യേശുവിൻ്റെ രൂപം നമ്മിൽ ഓരോ ദിവസവും ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ നാം ദൈവഹിതപ്രകാരം ജീവിക്കുമ്പോൾ നമ്മിൽ കർത്താവിൻ്റെ രൂപം തെളിഞ്ഞു വരും. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്, നമ്മെ എന്തിനു വേണ്ടിയാണ് നിയമിച്ചിരിക്കുന്നത്? തൻ്റെ പുത്രനോട് അനുരൂപരാക്കേണ്ടതിനു വേണ്ടിയാണ് നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ ദിവസവും ഈ ഉൾക്കാഴ്ചയോടെ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കർത്താവിനോട് അനുരൂപരായിട്ട് തീരും. ഈ വാക്യത്തിൽ പറയുന്നത് പോലെ, ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഓരോ ദിവസവും പിന്നിടും തോറും അവരാരെ പോലെയാകും? ഈ ലോകക്കാരെ പോലെയാകും. അപ്പോൾ ദൈവഹിതം അന്വേഷിച്ച് അത് കണ്ടെത്തി ജീവിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ളതായ പ്രകടമായ വ്യത്യാസം ദൈവാത്മാവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുക. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട വേദഭാഗത്ത് പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപരാകരുത്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മൾ അനുരൂപരായി പോകാനുള്ള സാധ്യതയുള്ളൊരു ശരീരത്തിലും സാഹചര്യത്തിലുമാണ് ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ പോകുന്നില്ലെന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പ് വരുത്തുവാനായിട്ട് സാധിക്കണം. സംഖ്യ 23:9 നമുക്കറിയാമല്ലോ, വേർപാടിനെ കുറിച്ചുള്ളൊരു വാക്യമാണെങ്കിലും ഈ വിഷയം അവിടെ പറയുന്നുണ്ട്. ഇതാ തനിച്ച് പാർക്കുന്നൊരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. അപ്പോൾ നമ്മൾ ഈ ഉൾക്കാഴ്ച സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമ്മൾ വ്യത്യസ്തരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ളതായ ഉൾക്കാഴ്ചയോടെ ജീവിക്കാൻ സാധിക്കട്ടെ. മൂന്നാമത്തെ ഉത്തരം അവിടെ ആ വാക്യത്തിലുണ്ടത്. എന്താണ് മൂന്നാമത്തെ ഉത്തരം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവർക്കാണ് ദൈവഹിതം മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ദൈവഹിതം നമുക്ക് മനസ്സിലാകത്തക്കവണ്ണം നമ്മുടെ മനസ്സുകളെ പുതുക്കി രൂപാന്തരപ്പെടാനായിട്ട് സാധിക്കണം. ഈ മനസ്സ് മുഴുവൻ ഈ ലോകക്കാരെ പോലെ ആകാനുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് ഒരാൾ ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ ആൾക്ക് ഈ ലോകക്കാരെ പോലെ ആകാനുള്ള കാര്യം ദൈവഹിതമായിട്ട് തോന്നാനുള്ളതായ സാധ്യതയുള്ളൂ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സ്ഥാനമാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നമ്മൾ ആരുടെ മനസ്സുള്ളവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള വലിയ സാധ്യതയിലേക്കാണ് സ്വർഗത്തിലെ ദൈവം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മെ കൊണ്ടുവരുവാൻ ഇടയായിട്ട് തീർന്നത്. ഒരു കാര്യത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ
കർത്താവിൻ്റെ മനസ്സ് ഈ കാര്യത്തെ എങ്ങനെ കാണും എന്നുള്ളതായ കാര്യം നമുക്ക് ഉൾക്കൊള്ളാനും പരിശോധിക്കാനും സാധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആ വഴിയിലാണോ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ചിന്തയിലൂടെ നമുക്ക് മനസ്സിലാകും. ചിന്തയിലൂടെ മനസ്സിലായാൽ നമുക്കത് തിരുത്താൻ പറ്റും. പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ സംസാരത്തിലൂടെ മനസ്സിലാകും നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളത്. നമ്മുടെ സാധാരണ നിലയിലുള്ള സംസാരത്തിലൂടെ വെളിപ്പെടുവാൻ ഇടയായിട്ട് തീരും. ലൗകികന്മാർ ലൗകികമായതായിരിക്കും സംസാരിക്കുന്നത്. ലോകത്തിൻ്റെ അപ്രീസിയേഷനായിരിക്കും അവരുടെയും അപ്രീസിയേഷൻ. പ്രിയപ്പെട്ടവരെയും നമുക്ക് അത് വിട്ട് മനസ്സ് പുതുക്കി നമ്മുടെ കർത്താവിൻ്റെ മനസ്സുള്ളവരായി രൂപാന്തരപ്പെടാനായിട്ട് സാധിക്കണം. അവിടെ ദൈവഹിതം ഒരു വ്യക്തിക്ക് മനസ്സിലാവുകയുള്ളൂ. പണ്ടൊക്കെ പറയാറുള്ളതായ ഒരു ഉദാഹരണം തന്നെ ഞാൻ പറയുകയാണ്. ഈ പുതിയ ഉപകരണത്തെക്കുറിച്ച് എനിക്ക് ഒത്തിരി പിടുത്തമില്ലാത്തതുകൊണ്ട് പറയുകയാണ്. റേഡിയോ ഒക്കെ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ പറയാറുള്ളൊരു ഉദാഹരണമുണ്ട്. റേഡിയോയുടെ തരംഗങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ഉണ്ട്. പക്ഷേ ആ റേഡിയോ ട്യൂൺ ചെയ്യുന്നതായ ആ സ്റ്റേഷനനുസരിച്ച് അത് പിടിച്ചെടുത്ത് നമ്മെ കേൾപ്പിക്കും. തരംഗങ്ങളുണ്ടെങ്കിലും റേഡിയോ അവിടെ ഇരുന്നു എന്നുള്ളതുകൊണ്ട് കേൾക്കില്ല. ഇപ്പോഴത്തെ മൊബൈലിലൊക്കെ അതായിരിക്കും സിസ്റ്റം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് തരംഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതതിൻ്റെ ശരിയായ ലൈനിൽ ഇരുന്നാലേ അത് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് ഔട്ട് ഓഫ് റേഞ്ചായിട്ട് ഇങ്ങനെ പോകാനിടയായിട്ട് തീരും. നമ്മിൽ പലർക്കും ദൈവഹിതം എത്ര പ്രാർത്ഥിച്ചിട്ടും മനസ്സിലാകുന്നില്ലാത്തതിൻ്റെ ഒരു കാതലായ കാരണം നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നമ്മുടെ കർത്താവിൻ്റെ മനസ്സിനോട് ഇണങ്ങാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ വ്യവസ്ഥ പാലിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ 2 വാക്യം മനപ്പാഠം പഠിച്ച് ഈ 3 വ്യവസ്ഥകളോട് നമ്മൾ വിശ്വസ്തരായിട്ട് തീർന്നാൽ നിശ്ചയമായിട്ടും ദൈവം ഓരോ കാര്യത്തിലും തൻ്റെ ഇഷ്ടം നമുക്ക് കാണിച്ച് തരുവാൻ ഇടയായിട്ട് തീരും. 25-ാം സങ്കീർത്തനം ഈ ബന്ധത്തിൽ വളരെ പ്രസക്തമായൊരു സങ്കീർത്തനമാണ്. അപ്പോൾ ഈ 2 വാക്യങ്ങളിലൂടെ 25-ാമത്തെ സങ്കീർത്തനം കൂടി മനപ്പാഠം പഠിക്കുകയാണെങ്കിൽ ഈ വ്യവസ്ഥകൾ മിക്കവാറും അതിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഇനിയുള്ള 4 വ്യവസ്ഥകൾ ഞാൻ ആ സങ്കീർത്തനത്തിൽ നിന്ന് വേഗത്തിൽ പറഞ്ഞു ഉപസംഹരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. 4-ാമത്തെ വാക്യം വായിക്കാം. 25-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. അപ്പോൾ അതൊരു പ്രാർത്ഥനയാണ്. ഇപ്പോൾ സങ്കീർത്തനകാരൻ പ്രാർത്ഥിക്കുകയാണ്, യഹോവേ നിൻ്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിൻ്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. അപ്പോൾ ഇത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വഴി അറിയിച്ചു കൊടുത്താൽ, ഉപദേശിച്ചു കൊടുത്താൽ ആ വഴി പോകാൻ ഞാൻ ഒരുക്കമാണെന്ന് ദൈവത്തോട് പറയുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തോട് ഇത് പറഞ്ഞ് സമർപ്പണമുള്ളവരോടെ ആര് സംസാരിക്കുകയുള്ളൂ? ദൈവം സംസാരിക്കുകയുള്ളൂ. പറഞ്ഞു നോക്കാം, അനുസരിക്കുമെങ്കിൽ അനുസരിക്കട്ടെ. അങ്ങനെ ദൈവഹിതം മനസ്സിലാക്കി ചേരാൻ പ്രയാസമായിരിക്കും. നമ്മൾ ചിലപ്പോൾ പിള്ളേരോടൊക്കെ പറഞ്ഞു നോക്കാം, അവനനുസരിക്കുമെങ്കിൽ അനുസരിക്കട്ടെ എന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിച്ചായാലും പറയേണ്ടായാലും പറയണം കേട്ടോ, അത് പറയാതിരിക്കരുത്. പക്ഷെ ദൈവം അങ്ങനെ പറയില്ല. ദൈവം അങ്ങനെ പറയാനുള്ളതൊക്കെ വേദപുസ്തകത്തിൽ എഴുതി തന്നിട്ടുണ്ട്. ഓരോ വിഷയത്തിലും ദൈവമേ അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണം, എനിക്കത് കാണിച്ചു തരണം എന്ന് തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം തൻ്റെ വഴി ഉപദേശിച്ച് കൊടുക്കുകയുള്ളൂ. ഒത്തിരി പേര് പറയാറുണ്ട്, ദൈവത്തിന് വേണ്ടിയൊന്നും പ്രാർത്ഥിച്ചിട്ടൊന്നും നമുക്ക് വ്യക്തമാകുന്നില്ലാത്തതിൻ്റെ പ്രാർത്ഥന നമ്മൾ സാധാരണയൊക്കെ കേട്ട് പ്രാർത്ഥിക്കുമെങ്കിലും നമ്മുടെ മനസ്സൊരുക്കം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവത്തോടുള്ള ബന്ധത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. ചില പാളിച്ചകളൊക്കെ വന്നിട്ടില്ലെങ്കിലും
ദൈവവചനത്തിൽ ദൈവഹിതം നന്നായി അനുസരിച്ച് ജീവിച്ച, അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കണ്ടെത്തി ജീവിച്ച ഭക്തനാണ് ദാവീദ്. ചില പാളിച്ചകളുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അതങ്ങ് ഉൾക്കൊള്ളാനൊരു പ്രയാസം തോന്നും. പക്ഷേ ദാവീദിനോട് ദൈവത്തിനൊരു കാര്യം പറയാനായിട്ട് ഒരു പ്രയാസമില്ല. പറഞ്ഞാൽ അനുസരിക്കുമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ അനുസരിക്കുമെന്നുള്ളതായ ആ കോൺഫിഡൻസ് ദൈവത്തിന് ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. ദൈവം എന്തോ ഒരു വിലപ്പെട്ടതാണ്, നന്മയും പ്രസാദവും പൂർണ്ണതയുള്ളതാണ്. അത് പിച്ചി ചീന്തുന്ന മനസ്സോടെ ഇരിക്കുന്ന ഒരാൾക്ക് അത് കാണിച്ചു കൊടുക്കാനായിട്ട് പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഈ വ്യവസ്ഥയുടെ മഹത്വം ഉൾക്കൊണ്ട് വിനയപ്പെടാനും പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കണം. 25-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ 5-ാമത്തെ വ്യവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. 25-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ എന്ത് മനോഹരമായിട്ടാണിത് പറയുന്നത്. സൗമ്യതയുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്നു. സൗമ്യത രണ്ടായി തിരിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ദൈവമുമ്പാകെയുള്ള സൗമ്യതയാണ്. ദൈവമുമ്പാകെയുള്ള സൗമ്യത. യാക്കോബ് പറയുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്? സൗമ്യതയോടെ ഉൾക്കൊള്ളണം. അപ്പോൾ ദൈവമുമ്പാകെയുള്ള സൗമ്യത എന്ന് പറഞ്ഞാൽ, ദൈവം എന്നോട് എന്ത് പറഞ്ഞാലും ഞാനത് ചോദ്യം ചെയ്യാതെ അനുസരിക്കും. അതാണ് ദൈവമുമ്പാകെയുള്ളതായ സൗമ്യത. അപ്പോൾ നമ്മൾ ആ സൗമ്യതയുടെ സാക്ഷ്യമാണ് സൂക്ഷിക്കേണ്ടത്. ദൈവം നടത്തുന്ന വഴികളെ ഓർത്ത് ഒരിക്കലും പരാതിപ്പെടാൻ പാടില്ല. വഴികൾ ചിലപ്പോൾ നമുക്ക് വളരെ പ്രയാസം തോന്നുന്നതാകാം. പക്ഷേ ദൈവം ആത്യന്തികമായിട്ട് തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും. അപ്പോൾ അത് സൗമ്യതയോടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കണം. ഇവിടെ പറയുന്ന കാര്യം, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. അതൊരു വലിയ സത്യമാണ്. ഈ സത്യത്തിൽ നിന്ന് ദൈവം ഒരിക്കലും മാറുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്വീകാര്യമായ സൗമ്യത ദൈവസന്നിധിയിൽ സൂക്ഷിക്കണം. മനുഷ്യരുടെ മുമ്പിലുള്ള സൗമ്യതയെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അതിനൊരു സൗമ്യനായ മനുഷ്യനെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർക്കാറുണ്ട്. ഭൂതലത്തിലുള്ള ഏറ്റവും വലിയ സൗമ്യനായ മനുഷ്യൻ മോശയാണ്. മനുഷ്യരോടുള്ള പെരുമാറ്റത്തിൽ എങ്ങനെയാണ് സൗമ്യത, അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ ഞാൻ പോകേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. 6-ാമത്തെ വ്യവസ്ഥ 25-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ വാക്യമാണ്. അവിടെ ഒന്ന് വായിച്ചോളൂ. അപ്പോൾ അവിടെ യഹോവാ ഭക്തനായ പുരുഷൻ ആർ. അപ്പോൾ ആർക്ക് ദൈവം താൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കും? യഹോവാ ഭക്തന്മാർക്ക് കാണിച്ചു കൊടുക്കും. യഹോഭക്തിയെ ഇപ്പോൾ നമ്മൾ സവിസ്തരം വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. യഹോഭക്തി ദൈവഭയത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ആവർത്തന പുസ്തകത്തിലുമൊക്കെ ഞങ്ങളിപ്പോൾ അതാണ് സഭയിൽ വായിക്കുന്നത്. നീ യഹോവയെ ഭയപ്പെട്ട് ജീവിക്കണം, നിൻ്റെ മക്കളെ യഹോവയെ ഭയപ്പെടാനായിട്ട് പഠിപ്പിക്കണം. വാക്യം പഠിപ്പിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വാക്യം പഠിപ്പിക്കുന്നതുകൊണ്ടും ഒക്കെ സാധിക്കേണ്ട കാര്യം എന്താണ്? ദൈവഭയം അവരിൽ രൂപപ്പെടണം. 1000 വാക്യം പഠിച്ചു, ദൈവഭയം തൊട്ട് വേണ്ടിയിട്ടില്ലെങ്കിൽ ആ പഠിത്തം കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നാം ഉൾക്കൊള്ളുമ്പോൾ അത് നമ്മിൽ ദൈവഭയം രൂപപ്പെടണം. മക്കളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന കാര്യം ദൈവത്തിൻ്റെ ഭയം പഠിപ്പിച്ച് കൊടുക്കാനായിട്ട് സാധിക്കണം. യഹോവ ഭയമാണ് യഹോവ ഭക്തി. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. അപ്പോൾ യഹോവയെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഈ വാക്യത്തിലെ വാഗ്ദത്തം നമ്മൾ കാണുന്നത്, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ച് കൊടുക്കും.
അപ്പം ഇതിന് കുറുക്ക് വഴിയില്ല. 2 ആഴ്ച മുമ്പ് ഞാൻ ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് വചനം വിശദമായിട്ടൊക്കെ സംസാരിക്കാനിടയായിട്ട് തീർന്നിരുന്നു. അപ്പോൾ അവൻ കാണുന്ന ദർശനങ്ങളിലാണ് അവൻ്റെ അധികവും ആശ്രയം. അപ്പോൾ ഇന്ന കാര്യങ്ങൾക്കൊക്കെ ദർശനം തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവന് അതത്ര ശരിയല്ല എന്നൊന്ന് മനസ്സിലാക്കിക്കാനായിട്ട് വളരെ പ്രയാസം തോന്നി. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ദർശനങ്ങളിൽ ആശ്രയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ അതെങ്ങും പറഞ്ഞിട്ടില്ലാത്തതായൊരു കാര്യമാണ്. യഹോവ ഭക്തന്മാർക്ക് ദൈവം അത് കാണിച്ചു കൊടുക്കും എന്നുള്ളത് എത്രയോ വ്യക്തമായിട്ടുള്ളതായൊരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് അനേകർ ദൈവഭക്തി ജീവിക്കാൻ പ്രയാസമായതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനിരിക്കുന്ന ചില ആളുകൾ ഉണ്ട്. അവരുടെ അടുക്ക പോയി ആലോചന ചോദിക്കുകയാണ്, ഈ വിഷയത്തിൽ എന്തായിരിക്കും ദൈവഹിതം. അപ്പോൾ ആ ആൾ പ്രാർത്ഥിച്ച് ഈ ആളുടെ ജീവിതത്തിലുള്ള ദൈവഹിതം മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളൊരു രീതിയും ഒരു ശുശ്രൂഷ വിങ്ങും ഈ നാളിൽ ആത്മീയ ഗോളത്തിൽ കാണുന്നുണ്ട്. ഇതിന് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കുറുക്ക് വഴിയില്ല. യഹോവാ ഭക്തിയോട് ജീവിക്കുകയല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ല. പ്രിയപ്പെട്ടവരെ, ഈ വ്യവസ്ഥ എത്രയോ പ്രധാനപ്പെട്ടതാണ്. ഒടുവിലത്തെ കാര്യത്തോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. 25-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ഈ സത്യം കാണുന്നുണ്ട്. വായിച്ച് അവസാനിപ്പിക്കാം. 14-ാമത്തെ വാക്യം. യഹോവയുടെ സഹിതം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമം അറിയാറില്ല. യഹോവയുടെ സഹിത്വം എന്ന് പറഞ്ഞാൽ കർത്താവിനോടുള്ളതായ കൂട്ടായ്മ. ഇസ്രായേൽ മക്കൾ മരുഭൂമി പാപം ചെയ്തപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടത് യഹോവയുടെ സഹിത്വമായിരുന്നു. അതുകൊണ്ട് മോശ വളരെ ഗൗരവമായവരോട് പറഞ്ഞു, നിങ്ങൾ 40 വർഷക്കാലം ഈ മരുഭൂമിയിൽ ഇടയരായി സഞ്ചരിച്ച് എൻ്റെ അകൽച്ച അറിയും. അപ്പോൾ പാപം ദൈവത്തിൽ നകറ്റും. പാപത്തിന് പരിഹാരമുണ്ടാക്കി യഹോവയോടുള്ള കൂട്ടായ്മയും സഹിത്വവും സൂക്ഷിച്ചോളണം. ഇത് വിശദീകരിക്കാൻ ഏറ്റവും മനോഹരമായ വാക്യം യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യമാണ്. അതിപ്പോൾ നമ്മൾ വായിച്ച് വിശദീകരിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവർക്കൊരു വാഗ്ദത്തം അവിടെ കർത്താവ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. പിതാവും പുത്രനും ഒരാളോടുകൂടെ വാസം ചെയ്താൽ പരിശുദ്ധാത്മാവിൻ ദൈവത്തിൽ വസിക്കുന്നുണ്ട്. ത്രിയേക ദൈവം കൂടെ വസിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ദൈവഹിതം അറിയാൻ യാതൊരു പ്രയാസവും ഉണ്ടാകുകയില്ല. ഞാനിങ്ങനെ ഒരു വാചകം പറയട്ടെ. എഴുതപ്പെട്ട ദൈവഹിതമുണ്ട്. ആ ദൈവഹിതത്തോട് അനുസരണം കാണിക്കുന്നവർക്ക് തിരിച്ചറിയേണ്ട ദൈവഹിതം വളരെ കൃത്യമായി അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ പഠനത്തോടും ഞാനൊരു വാചകോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. വിശ്വസ്ത സാക്ഷിയായ കർത്താവ് തൻ്റെ ഹിതം തൻ്റെ മക്കളെ അറിയിക്കുന്നതിലും വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവ് വിശ്വസ്ത സാക്ഷിയാണ്. തൻ്റെ മക്കൾ ദൈവത്തിൻ്റെ ഹിതം അറിയാതെ അന്ധകാരത്തിൽ തപ്പിത്തടയണമെന്ന് നമ്മുടെ ദൈവത്തിന് ആഗ്രഹമില്ല. വിശ്വസ്ത സാക്ഷിയായ കർത്താവ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതായ ദൈവത്തിൻ്റെ ഹിതം നമ്മെ തക്ക സമയത്ത് അറിയിക്കാനിടയായിട്ട് തീരും. അതനുസരിച്ച് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്ന് തിരിച്ചറിഞ്ഞ് അനുസരിച്ച് അതിൻ പ്രകാരം ജീവിക്കാനുള്ള വലിയ സാധ്യതയിലേക്കാണ്, നിയമനത്തിലേക്കാണ് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. വിശ്വസ്ത സാക്ഷിയായ കർത്താവ് നമ്മെ ഓരോ ദിവസവും തൻ്റെ ആലോചന പോലെ നടത്തുന്നു എന്നുള്ളതായ വലിയ സത്യം ദൈവാത്മാവ് ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഉൾക്കൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ജീവിക്കുവാൻ, ദൈവേഷ്ടപ്രകാരം ജീവിക്കുവാൻ നമ്മൾ പാടാറുള്ളതുപോലെ എൻ്റെ ഇഷ്ടമല്ല കർത്താവേ നിൻ്റെ ഇഷ്ടം മതി എന്നുള്ളതായ ആഴമേറിയ സമർപ്പണത്തോടു കൂടി ഓരോ ദിവസവും ജയാളികളായി
ജീവിച്ച് സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.